ഹലോ, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങടാണ് ഇപ്പോൾ ഈ പോണത് എന്ന് അല്ലേ. ഞങ്ങൾ പോണത് ഗൈസ് കുളത്തിലേക്കാണ്. നമ്മൾ ആദ്യക്കുട്ടി കുറേ സമയമായി വീട്ടിലിരിക്കാൻ സമ്മതിക്കുന്നില്ല. അമ്മ കുളത്തിൽ പോവുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അവനെ സങ്കടപ്പെടുത്തണ്ടല്ലോ വിചാരിച്ച് ഞങ്ങൾ കുളത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുളത്തിലേക്കുള്ള വഴികൾ. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ പോയിട്ട് വരാമല്ലോ വെച്ചിട്ടാണ് ഞങ്ങൾ പോണത്. ഇത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോണ വഴി കേട്ടോ. കണ്ടില്ലേ, കുറുപ്പന്മാരുടെ ഭദ്രകാളി ക്ഷേത്രം എന്ന് പറയണത്. അപ്പോൾ പോണ വഴിക്കാണിതാ നല്ല ഭംഗിയുള്ള വെള്ളപ്പൂക്കൾ. ഇതിനെന്താ പേര് പറയും, എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. നല്ല ഭംഗിയുണ്ട്, ഒരുപാട് മുട്ടുകളും ഉണ്ട് കേട്ടോ. അതുമല്ലേ, ഇതാണ് ആലിക്കപ്പറമ്പ് പറയുന്ന സ്ഥലം. അപ്പോൾ ഇതിൽ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മുത്തശ്ശേർക്കാവ് ആ വഴി അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ പോണത് നേരെ കുളത്തിലേക്കാണ് കേട്ടോ. അങ്ങനെ ആദ്യം ഓരോ സംസാരം പറയുന്നുണ്ട്, അമ്മ അങ്ങോട്ട് നോക്ക് സൂര്യനെ കാണാനില്ല എന്നൊക്കെ. അപ്പോൾ ഏകദേശം നമ്മൾ കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മഴയുടെ ഒരു സമയമാണ്. മഴ വരുന്ന മുന്നേ ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, എന്ത് ഭംഗിയാണ് കാണാനല്ലേ. പാടത്ത് നിറയെ പയർ നട്ടിട്ട് അതും മുളച്ച് വന്നിട്ട് നിൽക്കണതാണ്. എന്തൊരു ഭംഗിയാണ്. പിന്നെ ഈ സൂര്യകാന്തിയുടെ പോലുള്ള മഞ്ഞ പൂക്കൾ എന്ത് ഭംഗിയാണ് നിറഞ്ഞ് നിൽക്കണ കാണാൻ. അങ്ങനെ ഞങ്ങളിങ്ങനെ കുളത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്തുള്ള ഒരു കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ. നല്ല ഭംഗിയുണ്ട്. പയറാണ് കേട്ടോ അത്. ഇനി കുറച്ച് വലുതായി വരുമ്പോൾ അതിന് ഞെടി കൊടുക്കലൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ കുളം. കുളത്തിൽ നിറയെ റോസ് നിറത്തിലുള്ള ആമ്പലുകളാണ് കേട്ടോ. ഒരു തവണ നമ്മുടെ പ്രളയമൊക്കെ വന്ന സമയത്ത് ഈ കുളം നിറയെ വെള്ളമായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഒലിച്ചു പോയതാണ്. വീണ്ടും എവിടെ ഒരു ഭാഗത്ത് ഉണ്ടായിട്ട് വീണ്ടും ഇതിങ്ങനെ പരന്ന് നിൽക്കുകയാണ് കേട്ടോ. രാവിലെ സമയത്തൊക്കെ ഇത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ്. അപ്പോൾ അവിടെ ഒരു വലിയ മാടിനെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യക്കുട്ടി ഓടി ഇറങ്ങി കുളത്തിലേക്ക്. ക്യാമറ ഇങ്ങനെ വെച്ചാൽ ശരിയാവണില്ല. അങ്ങനെ അവൻ നിൽക്കുന്ന ഭാഗത്ത് തീരെ കുണ്ടില്ല കേട്ടോ. അപ്പം നമ്മൾ വന്ന വഴിയിലുള്ള മരങ്ങളൊക്കെയാണ് ആ കാണുന്നത്. പിന്നെ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവന് നീന്തൊക്കെ അറിയില്ല കേട്ടോ. അമ്മ നീന്തൊക്കെ എങ്ങനെ പഠിക്കുക എന്നൊക്കെ അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അടുത്ത്. ഞാനപ്പോൾ അപ്പുറത്ത് ഏതായാലും കുളത്തേക്ക് വരല്ലേ, അപ്പോൾ അവൻ്റെ തന്നെ കുറച്ച് തിരുമ്പാനുണ്ടായിരുന്നു. ആലിക്കുട്ടി എൻ്റെ വീട്ടിലാട്ടോ വിരുന്ന് പോയിരിക്കുകയാണ്. അവനെ അവിടെ കളിക്കൂട്ടുകാരൊക്കെ ഉണ്ടാവുകൊണ്ട് എത്ര വിളിച്ചാലും അവൻ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന്, അവൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ, നിന്ന് കുളിക്കല്ല തിരുമ്പാണ് കേട്ടോ. ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കയ്യിനൊരു വേദന ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനത് മെല്ലെ സോപ്പ് പൊടി എടുത്തിട്ടാണ് തിരുമ്പണത്. കാരണം സോപ്പ് കൊണ്ട് തിരുമ്പാൻ പറ്റണില്ല, അത്രയും വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ കളിക്കുകയാണ് അവിടെ. മീനിന് പിടിക്കാൻ പറ്റുമോ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കൂട്ടുകാരനെ കാത്തു നിൽക്കുകയാണ് അവൻ. അമ്മ കുറച്ച് സമയം കൂടി അവൻ്റെ അടുത്ത് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപാട് സമയമൊന്നും നിൽക്കരുത്, പെട്ടെന്ന് കയറണം, മഴ വരുന്നുണ്ട് എന്നൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ വല്ലാണ്ട് കുണ്ടിക്കൊന്നും പോണ്ട. അമ്മ അടുത്താ വരുന്നു. എല്ലാവരും ഇങ്ങോട്ട് വരും. പോയി അമ്മ കണ്ട. മണിക്ക് അത് വരണ്ട വീട്ടിൽ.
അമ്മ ഞാനേ പെണ്ണുങ്ങളുടെ കടക്ക് വന്നാലേ അമ്മ എന്നെ നിങ്ങളൊക്കെ പഠിപ്പിച്ചേരോ എനിക്ക് വെക്കില്ല എൻ്റെ കൈ ഇടത്ത കൈ അത് പറ്റുമോ മിസ്റ്റർമാരി മകനോട് വാശിയുണ്ട് മിസ്റ്റർമാരി മകനോട് ഇവിടെ കുളിക്കുക മറ്റേ കുളത്തിലാണ് ആള് കുളിക്കുക അമ്മ കാത്തുക്കണേ വയയിൽ കൂട്ടില്ല അതൊന്നും ഫോട്ടോ എടുക്കാൻ വീഡിയോ ഉണ്ടാക്കിട്ട് വെച്ചേക്കണേ ഈ കുളത്തിൽ കുളിച്ചിട്ടൊന്നും ആകെ കറക്കണം വെയിലുണ്ട് അത് നല്ല നല്ല വെയിലുണ്ട് നല്ല മഴ വരുന്ന സമയം കേട്ടോ നല്ല മഴ വരിക പറഞ്ഞാൽ പെട്ടെന്ന് ഇടിയാണ് പേടി അപ്പോൾ വല്യമ്മ കുടയൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കണത് നമ്മൾ കുടയൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നാലും പെട്ടെന്ന് പോവാന്നുള്ളൊരു രീതിയിലാണ് നിൽക്കണത് അങ്ങനെ നിന്ന് ഇതാണ് നമ്മളെ ഇതിൻ്റെ അപ്പുറം അമ്പലം കേട്ടോ അതാ ആദ്യയുടെ കൂട്ടുകാരൻ വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞു അയ്യോ എന്നെ വീഡിയോ എടുക്കല്ലേ ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ടവൻ ഇതിൻ്റെ ഇതാകുമ്പോൾ ഈ മതിൽ അമ്പലത്തിൻ്റെ മതിലാണ് കേട്ടോ സൂര്യനൊക്കെ മഴക്കാർ കൊണ്ട് മൂടി കണ്ടില്ലേ അമ്പലം അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ അത് നല്ല രസമാണ് അമ്പലം കാണാൻ അങ്ങനെ ഇത് ചെറിയൊരു വഴിയാണ് അങ്ങോട്ട് തിരുമേനിക്ക് കുളിക്കാനുള്ളതാണെന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നത് പിന്നെ ഇത് അവിടെ നിറയെ അമ്പലം ഉണ്ടാവും ഇപ്പോൾ കുറവാണ് അവിടെ ആമ്പലുകൾ ഇവിടെ നിന്ന് ഞങ്ങൾ പൊട്ടിക്കാറുണ്ട് ആമ്പൽ അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം അടിയിൽ പോയിരിക്കണോ ഇനി മഴയൊക്കെ പെയ്തിട്ട് വേണം മേലേക്ക് വെള്ളം കയറി വരുമ്പോൾ നമുക്ക് പൊട്ടിക്കാൻ എളുപ്പമാവും നിറയെ അമ്പൽ പറഞ്ഞ് ഇതൊന്നും ആയിരുന്നില്ല കണ്ടോ നല്ല മഴക്കാർ കൂടി വരുന്നുണ്ട് കേട്ടോ ഇവിടെ ആദ്യം ആലായിരുന്നു എന്നിട്ട് ആല് വെട്ടിയിട്ട് ഇപ്പോൾ അതാ ആര്യവേപ്പ് നട്ടു അതിപ്പോൾ ഏകദേശം വലുതായിരിക്കണം അങ്ങനെ ആദിക്കുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അപ്പുറത്ത് നിറയെ നായ്ക്കളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതേ പോയില്ല ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം അപ്പോൾ ഈ വഴി കൂടെ പോവാമെന്ന് പറഞ്ഞിട്ട് ഞാനും ആദിക്കുട്ടിയും പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം അമ്പലത്തിൽ കയറി തൊഴുതു കേട്ടോ അങ്ങനെ തൊഴുത് കുറിയൊക്കെ തൊട്ടിട്ടത് ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇതാണ് അമ്പലത്തിൻ്റെ കവാടം ഇത് ഇവിടുത്തെ പൂരത്തിന് അവിടെ ഇങ്ങനെ ചെയ്തു വെച്ചതാണ് കേട്ടോ പിന്നെ ഇതാ ഇത് അമ്പലത്തിൻ്റെ വേറൊരു വശമാണ് ഇത് അങ്ങോട്ട് പട്ടാമ്പിക്കൊക്കെ പോവാം നമുക്ക് നമ്മുടെ ടൗണിക്കൊക്കെ അങ്ങനെ തന്നെ ഞങ്ങൾ നടന്നു വീണ്ടും ഈ ഭാഗത്തായിട്ട് ഈ പൂക്കൾ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ആദ്യം നിൽക്കാതെ അമ്മ അതൊന്ന് വീഡിയോ എടുക്കട്ടെ പറഞ്ഞ് ഇതൊരുപാട് വർഷം പഴക്കമുള്ള ഒരാലാണ് കേട്ടോ ഒരുപാട് വർഷം പറഞ്ഞു ഒരുപാട് വർഷം നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കുഴപ്പമില്ല അങ്ങോട്ട് പോകുമ്പോൾ ഇതൊരു കയറ്റാണ് ഭയങ്കര കയറി കിട്ടുമ്പോഴേക്കും നമ്മൾ കിതയ്ക്കും ആകെ എന്നാലും വേണ്ടിയില്ല മഴ തുടങ്ങുന്നതിന് മുന്നേ വീട്ടിലെത്താലോ വിചാരിച്ച് അങ്ങനെ അത് നമ്മുടെ വീടിൻ്റെ പടിഭാഗമാണിത് ഏകദേശം നമ്മൾ വീട്ടിലിതാ എത്തി അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി ടാറ്റാ